ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷാനി വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് നമുക്ക് മനസ്സിലാവും, പ്രശസ്തമായ പാമ്പൻ പാലമാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിനുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു പാലമാണ്. പാലത്തിൽ റെയിൽവേ പാലമുണ്ട്, റോഡ് മാർഗം സഞ്ചരിക്കാനുള്ള പാലമുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാണേണ്ട കാഴ്ചകൾ തന്നെയുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പാമ്പൻ പാലത്തിന് ബദലായിട്ട് ഒരു പാലം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് സൈഡിൽ കൂടി തന്നെ നമ്മുടെ പഴയ പാമ്പൻ പാലവും കാണാം, റെയിൽ പാളം നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് പുതിയ പാലം വരുന്നത്. നല്ല വലിയ പാലമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി വർക്ക് ഇവിടെ നടക്കാനുണ്ട്. മുന്നോട്ടേക്കൊക്കെ ഇനി പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിലൂടെ ഒന്ന് നടന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സൂര്യൻ അസ്തമിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസ്തമയം നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ കാണാം, ഈ പാലത്തിൻ്റെ മുകളിൽ തന്നെ കാണാം. നിറയെ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. നിറയെ സഞ്ചാരികൾ ഇത് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. പാലവും സൂര്യാസ്തമയമൊക്കെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പാലത്തിലൂടെ ട്രെയിന് 2022 നിർത്തിവെച്ചതാണ്. ഇനി പുതിയ പാലം വരുന്ന 2023 പുതിയ പാലം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിറയെ പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ പാലം ഏകദേശം 2.5 കിലോമീറ്ററിൻ്റെ അത്ര ദൂരമുണ്ട് ഈ പാലത്തിന്. ഇരുഭാഗങ്ങളിലും 2 കടലുകളാണ്. 2 കടലും നമുക്ക് നോക്കിയാൽ നിറവ്യത്യാസം നമുക്ക് ചെറിയതായിട്ട് മനസ്സിലാവും. ഈ ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന കടലിൻ്റെ നിറവും സൂര്യാസ്തമയം നടക്കുന്ന ഭാഗത്തുള്ള കടലിൻ്റെ നിറവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സൂര്യാസ്തമയം നടക്കുന്ന മറുഭാഗത്ത് ഒരു മത്സ്യബന്ധന തുറമുഖം കൂടിയും കാണാം. അവിടെ നിറയെ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. പാലത്തിലൂടെ നമ്മൾ നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനീളം കാണാനുള്ള കാഴ്ചകളാണ്, നിറയെ കാഴ്ചകളാണ്. ഒരു ഭാഗത്ത് നമ്മുടെ പാമ്പൻ പാലത്തിൻ്റെ പഴയ പാലവും പുതുക്കി പണിയുന്ന പുതിയ പാലവും ഒക്കെ നമുക്ക് കാണാം. മറുവശത്ത് നിറയെ മത്സ്യബന്ധന തൊഴിലാളികൾ, ബോട്ടുകളൊക്കെ നമുക്ക് കാണാം. ഇത് നമ്മൾ ധനുഷ്കോടിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ പാലത്തിൽ ഇറങ്ങിയത്. ആ സമയത്ത് തന്നെ നേരം ഏകദേശം 4 മണി 5 മണിയോട് അടുത്തിട്ടുണ്ട്. പാമ്പൻ പാലത്തിൻ്റെ മുകളിലൂടെയുള്ള ട്രെയിൻ യാത്രയാണ് ഏറ്റവും മനോഹരം. ട്രെയിൻ യാത്ര ഇപ്പോൾ നടക്കില്ല, ട്രെയിൻ യാത്ര ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. പാലത്തിൻ്റെ നടുഭാഗത്തായിട്ട് കപ്പലുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ക്രെയിൻ ഉയർത്തി കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് എന്തോ സിഗ്നൽ തകരാറ് സംഭവിച്ചത് കാരണം ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിൻ യാത്ര അതിന് മുകളിൽ കൂടി ഇപ്പം അനുവദിക്കുന്നില്ല. നമ്മൾ പാലത്തിൻ്റെ മറുവശത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മത്സ്യബന്ധനം നടത്തുന്ന തുറമുഖവും ബോട്ടുകൾ നിർത്തിയിരിക്കുന്ന തുറമുഖവും സൂര്യാസ്തമയമൊക്കെ
കറക്റ്റ് കാണാം. സൂര്യൻ ഏകദേശം അസ്തമിക്കാറായിട്ടുണ്ട്. നിറയെ ബോട്ടുകളും തോണികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് പാലത്തിൻ്റെ ഏകദേശം നടുഭാഗമാണ്. ഈ ഭാഗത്തുകൂടിയാണ് കപ്പലുകൾ ഈ പാലം മുറിച്ച് കിടക്കുക. കപ്പലുകൾ വരുന്ന സമയത്ത് ഉയർത്തി കൊടുക്കാനുള്ള ഭാഗമാണ് കാണുന്നത്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പാലങ്ങൾ. പഴയ പാലത്തേക്കാൾ കുറച്ചുകൂടി ഉയരത്തിലാണ് പുതിയ പാലം ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എങ്കിലും നല്ല വെളിച്ചം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. സൂര്യാസ്തമയം കഴിഞ്ഞു. താഴെ ബോട്ടിൽ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയൊക്കെ കാണാം. പാമ്പൻ പാലത്തിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതുവരെയും കണ്ടത്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.